ബീഫും കൊണ്ട് അച്ചാർ ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കിയിരിക്കും വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് ഇതേപോലെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ ബീഫിലേക്ക് ഞാൻ ഓൾറെഡി ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വേണം, വെളുത്തുള്ളിയും വേണം. അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എപ്പോഴും കുറച്ച് കൂടുതൽ വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 കൂട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 കൂട് വെളുത്തുള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ 2 എണ്ണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാണ്ട് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ നമുക്ക് അച്ചാറിലേക്ക് നമുക്ക് വെളുത്തുള്ളി കുറച്ച് വലിയ പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെളുത്തുള്ളിയിൽ നിന്ന് പകുതി വെളുത്തുള്ളി നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, ബാക്കിയുള്ള വെളുത്തുള്ളി കുറച്ച് വലിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, അത് നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. അച്ചാറിലേക്ക് കുറച്ച് നല്ല എരിവ് ഉണ്ടാവണം, അപ്പോൾ അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പെരിഞ്ജീരകമാണ്. ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. നല്ല ജീരകമല്ല എടുത്തേക്കുന്നത്, പെരിഞ്ജീരകമാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചെടുത്തത്. അത് ഫ്രഷ് ആയിട്ടുള്ള ഉലുവ നമ്മൾ എണ്ണ ഒഴിക്കാണ്ട് പതുക്കെ നമ്മൾ ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് ഉലുവ ഒന്ന് ചൂടാക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അത് ഞാനിവിടെ ഒരു 3/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കായം പൊടിച്ചത്. കായം പൊടി ചേർക്കരുത്, കായം ഫ്രഷ് ആയിട്ട് വാങ്ങിച്ചിട്ട് എണ്ണയിലിട്ടിട്ട് കായം നന്നായിട്ട് വറുത്തെടുക്കാം. എണ്ണയിലിട്ടിട്ട് നമ്മൾ കായം വറുത്തെടുക്കുമ്പോൾ 2 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രം കായത്തിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് മുരിഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അത് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കടുക് വേണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഉണക്കമുളക്. പിന്നെ അച്ചാറിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് വിനീഗറാണ്. അത് അച്ചാറിലേക്ക് എന്തോരം വിനീഗർ വേണമെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതൊരു 1/2 കിലോ ബീഫൊക്കെ ഉണ്ടെങ്കിൽ ഒരു 4-5 ടേബിൾ സ്പൂൺ വിനീഗർ എന്തായാലും വേണ്ടി വരും. അത് നമ്മൾ അച്ചാറിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് വിനീഗർ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമുക്ക് ബീഫ് വേവിച്ചെടുക്കണം. ബീഫ് വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കണം മഞ്ഞൾപ്പൊടിയെന്നും മുളക് പൊടിയെന്നും കുറേശ്ശെ പൊടികൾ നമുക്ക് ഈ ബീഫിലേക്ക് ചേർക്കണം. അത് ഞാൻ ഇവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ബീഫിലേക്ക് ചേർക്കാം ബീഫ് വേവിക്കുമ്പോൾ. പിന്നെ മുളക് പൊടിയിൽ നിന്ന് ഒരു 1/2 ടേബിൾ സ്പൂണും ചേർക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചാണ് ഇഞ്ചിയിൽ നിന്നും കുറച്ച് ചേർക്കുക. അത് വളരെ കുറച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് ബീഫിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല വേവുള്ള ബീഫാണെങ്കിൽ നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ബീഫ് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അധികം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീഫ് വെന്ത് വരുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ബീഫ് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ബീഫ് വേവിച്ചെടുക്കുന്ന സമയത്ത് ബീഫിലേക്ക് നമ്മൾ സവോള അല്ലെങ്കിൽ ചുവന്നുള്ളി ഒന്നും ചേർക്കരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാറിലേക്ക് ചുവന്നുള്ളി അല്ലെങ്കിൽ സവോളയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് നാശമായി പോകും. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. ഈ ബീഫ് അധികം വേവില്ലാത്ത ബീഫാണ്, അതുകൊണ്ട് ഞാൻ ഇതേപോലത്തെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ബീഫ് വേവിക്കുന്നത്. നല്ല വേവുള്ള ബീഫാണെങ്കിൽ കുക്കറിൽ ഇട്ടിട്ട് വേവിക്കുക. ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കാം. കുറച്ച് ഇഞ്ചിയും ചേർക്കാം. ഇഞ്ചി കുറച്ച് ചേർത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ബീഫ് വേവാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നല്ല വേവുള്ള ബീഫാണെങ്കിൽ വെള്ളം കൂടുതൽ ചേർക്കാം. ഇത് പെട്ടെന്ന് വേവുന്ന ബീഫ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർക്കണുള്ളൂ. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബീഫ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ബീഫ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ബീഫ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ബീഫിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളവും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ബീഫ് വേവിക്കാം. നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്ത് ചെറുതായിട്ടൊരു വെള്ളം പോലെ ഉണ്ട്. നമുക്ക് തുറന്ന് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ബീഫിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഈ ബീഫ് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് ബീഫ് വറുത്തെടുക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ ബീഫ് വറുത്തെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾ ഓയിലും ബീഫ് വറുത്തെടുക്കുക. അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കാം.
നമുക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിലായാലും നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർക്കാം. നമുക്ക് ബീഫ് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. ബീഫൊക്കെ അച്ചാറിടുമ്പോൾ ബീഫ് നന്നായിട്ട് മൊരിയണം. നമ്മളിങ്ങനെ എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് പതുക്കെ ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡ് ഒന്ന് തിരിച്ചിടാം. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ബീഫ് നന്നായിട്ട് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ബീഫ് ഇങ്ങനെ മൊരിഞ്ഞ് വരുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ ബീഫ് എടുത്തിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പം നമ്മുടെ ബീഫ് വറുത്തെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ബീഫ് വറുത്തെടുത്ത വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് നല്ലെണ്ണയിൽ വേണമെങ്കിൽ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. അച്ചാറൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് നാൾ സൂക്ഷിച്ച് വെക്കാനുള്ളതാണെങ്കിൽ നമ്മൾ നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് നമുക്ക് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ചേർക്കാം. അച്ചാറിലേക്കൊക്കെ എണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ ഏറ്റവും നമുക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുളകും വേപ്പിൻ്റെ ഇലയും ചേർക്കാം. ഉണക്കമുളക് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മൊരിയണം. മൊരിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അത് അച്ചാർ ഉണ്ടാക്കുമ്പോൾ അച്ചാറിൽ ഒട്ടും വെള്ളം പാടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൊരിയിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയ്ക്ക് നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കാം, കായത്തിൻ്റെ പൊടി ചേർക്കാം, ഉലുവയുടെ പൊടി ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടികളെല്ലാം ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ഇതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ബീഫ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അച്ചാറിലേക്ക് നമുക്ക് വിനീഗർ ചേർക്കാം. ആദ്യം നമുക്ക് കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. ഇനി അച്ചാറിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. അച്ചാറിലേക്കൊക്കെ ഉപ്പും എരിവും വിനീഗറൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കണം. വിനീഗറൊക്കെ അച്ചാറിൽ നല്ല കറക്റ്റ് പാകത്തിനാവണം. ഇനി നമുക്ക് അച്ചാറിൻ്റെ ടേസ്റ്റ് നോക്കാം. നമുക്ക് കുറച്ചും കൂടി വിനീഗറൊന്ന് ചേർക്കാം. വിനീഗർ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ചാർ നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിനീഗർ നന്നായിട്ടൊന്ന് ചൂടാവണം. ഈ മസാലകളും ആ വിനീഗറൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ആ വിനീഗർ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്.